കൊണ്ടേച്ചേ ഞാൻ കോരാ. ഓ എഴുന്നള്ളിയോ? നേരം എത്രയായി? ആഫീസിൽ പോന്നല്ല വീട്ടു ജോലിക്ക് വരേണ്ടത്. നീ അടുക്കളയിലോട്ട് ചെന്ന് ഇത്തിരി പുട്ടും ദോശ ഉണ്ടാക്കിയേ. മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും. മുരളി വന്നോ? ആ എന്തേ മുരളി എന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം? അവനാരാ, നിന്റെ കാമുകനോ? 6-7 കൊല്ലം ഗൾഫിൽ കഴിഞ്ഞവനാ. നോക്കിയേ, അവന്റെ മുമ്പിൽ ചെന്ന് കുണിങ്ങാലുണ്ടല്ലോ. ഓ ഒരു ശൃംഗാരി. ഇതാരാ ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത്? ചെറിയേട്ടത്തി. ഓ അതിതാ, ഇത് കുടിച്ചു. ഇതിൽ ഏലക്ക ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇതില് ഏലക്കയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. നല്ല മനോഹരമായ നാടൻ ചായ. സത്യം പറഞ്ഞ ചെറിയേട്ടത്തിയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ അല്ലേ വലിയേട്ടത്തി? ആ ബാബുമോൻ 5th-ലായല്ലേ? ആയിട്ടെന്താ കാര്യം? സ്കൂളിലെ പിള്ളേരുമായി തല്ലും പിടിയും തന്നെയാ എന്നും. ആര്, ബാബുമോനോ? ആ ബാബുമോൻ തന്നെ. ടീച്ചർമാർക്കൊന്നും കണ്ണെടുത്തിട്ടുണ്ടേ കണ്ടുകൂടാ. എന്റെ സുനിതയും സുധർമ്മയും എന്തൊരച്ചടക്കവാ. ആമ്പിള്ളാരാകുമ്പോ ഇച്ചിരി ചട്ടമ്പിത്തരമൊക്കെ വേണം, എങ്കിലേ ഒരു രസമുള്ളൂ. മുരളിക്ക് പലഹാരം എന്താ വേണ്ടേ? ഒക്കെ ഞാൻ ചെറിയേട്ടത്തിയോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ മുരളി അങ്ങനെ? ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ? അമ്മയുടെ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത്? അയ്യോ ഏട്ടത്തി, അതുകൊണ്ടല്ല. ചെറിയേട്ടത്തി ചോദിച്ചു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അറിയാലോ, എനിക്ക് 2 പെൺകുട്ടികളാ. എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താ ഏട്ടത്തി ആ പഴയ നെഞ്ചുവേദന? അല്ല കുട്ടി, നീ പോയെന്റെ. അല്ല, എന്റെ മുരളി എത്ര നേരമായി ചായ തന്നിട്ട്? ദാ ഉമിക്കരി തീർക്കലി. ഉമിക്കരിയോ? ദുബായിക്കാരനോ? പേച്ചു തീർന്നെങ്കിൽ ഞാൻ തരാം മുരളി. പേശകം മടുത്തു വലിയേട്ടത്തി. ഭൂലോകത്തിന്റെ ഏത് കോണയിലായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ. നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കിരിയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല. ഇനി അമ്പലക്കുളത്തില് വിസ്തരിച്ച് ചെന്ന് കുളിക്കണം. ചെറിയ തോർത്തിങ് എടുത്ത്. ദേ, അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. ഒരുപാട് നേരം വെള്ളത്തിൽ ഇറങ്ങി കിടക്കരുത്. നോക്ക്, എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി നിറയെ വെക്കട്ടെ. വരൂ. എന്താ പാപ്പാ, നീ ഇറങ്ങുന്നില്ലേ? ഏയ്, നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും കുളിക്കാറില്ല. അതെന്താ? ആളുകളൊക്കെ കുളി ബാത്റൂമിലാക്കില്ലേ. പപ്പാ, നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു. കുളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത്. നമ്മുടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഗോപി റേഷൻ കട നടത്തുവാ. ഹംസയുടെ അറിഞ്ഞില്ലേ? ഇല്ല. എന്തു പറ്റി? അവനെ പോലീസ് പിടിച്ചു. അയ്യോ, എപ്പോ? അവൻ എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ. എഴുതൂല്ലല്ലോ, വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റു. ആദ്യം നാട്ടുകാരുടെ തല്ല് കിട്ടി, പിന്നെ പോലീസിന്റെ. വിജയന പോസ്റ്റ്മാന്റെ മോളെ കൊണ്ട് സ്ഥലം വിട്ടില്ലേ? ഓഹോ, അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ കുഴപ്പക്കാരായി മാറുകയാണ്. ചേട്ടാ, ഞാൻ മാത്രം ഉള്ള ജോലിയും കൊണ്ട് മര്യാദക്കാരനായി കഴിയുക. അതെ, മറ്റുള്ളവരോട് ചോദിക്കട്ടെ. അവിടെ ഫ്ലാറ്റിലെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും. സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ കയറി ഇങ്ങി പോന്നാലെന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. നീ പോയ പിന്നെ ഞങ്ങൾ ഈ പ്രാതലിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. ഇവിടെ കുമാരേട്ടനാണെങ്കിൽ ബുൾസൈ മതി. ശരിക്കു പറഞ്ഞ നീ പോയതോടെ ഈ വീട് ഉറങ്ങി. നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാ ഞാൻ അവിടെ 7 കൊല്ലം കടിച്ചു പിടിച്ചിരുന്നത്. മടുത്തുപോയി. എന്താ അവിടുത്തെ ചൂട്, എന്താ അവിടുത്തെ വരണ്ട കാറ്റ്. മുറിയിലൊക്കെ AC ഉണ്ടെന്ന് എഴുതിയിരുന്നല്ലോ. എന്ത് AC? അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വലിയൊരു ഗൾഫുകാരനാ. എന്നാ സത്യം പറയാം, ആദ്യത്തെ 2-3 കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ എന്റെ ജോലി. അയ്യേ, ഇത് ഞങ്ങളോട് പറഞ്ഞു തിരിക്കട്ടെ. പുറത്തൊരു മനുഷ്യരിതറിയരുത്. നാണക്കേടാ. നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ കത്തിൽ ഞാനതൊന്നും എഴുതാതിരുന്നത്. അത് നന്നായി. അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു. വല്ലതും മിണ്ടാൻ പറ്റുമോ? മിണ്ടിയാൽ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും. ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങ് പോന്നുകൂടായിരുന്നു. അതെങ്ങനെ പോരും വല്യേട്ടത്തി? നമ്മുടെ ഈ വീട് പണയത്തിൽ. ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്ന് കരപറ്റിയില്ലേ? വലിയൊരു ത്യാഗം തന്നെയാ നീ ചെയ്ത എന്റെ മുരളി. അതുകൊണ്ട് ഇനിയുള്ള കാലം
ഇവിടെ തന്നെ കഴിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത്? എന്താ? നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, എനിക്ക് അവിടെ മടുത്തു. കാലത്ത് എഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച. നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ, കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം, തെങ്ങും തോപ്പില്ല, വാഴയില്ല, മരിച്ചീനിയില്ല, നെൽപ്പാടമില്ല, കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല. പനയില്ലേ? ഈന്തപ്പന. അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ? ഇവിടെ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇഷ്ടം പോലെ പെട്രോളും ഡീസലും, ഇഷ്ടം പോലെ ഒട്ടകങ്ങൾ. ഞാൻ പറഞ്ഞത് ചേട്ടന് മനസ്സിലായിട്ടില്ല. അന്നാട്ടില് വിഷു ഉണ്ടോ? വിഷുവിന് പടക്കം പൊട്ടിക്കലുണ്ടോ? അന്നാട്ടിൽ ഓണം ഉണ്ടോ? ഓണത്തിന് പൂ പറിക്കലുണ്ടോ? ഓ, അതാണോ കാര്യം? അങ്ങനെയാണ് നീ പോകുമ്പോ കുറച്ച് പൂവും പടക്കവും ഒക്കെ പാക്ക് ചെയ്തെടുത്തോ. അത് ശരിയാ, കാര്യമൊക്കെ ശരി തന്നെ. എന്നാലും അനുജൻ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമയുണ്ടായിരുന്നു. ഇത്രയും കാലം പറഞ്ഞില്ലേ? ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല. NRI അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട്. അതുകൊണ്ട് വല്ല ബിസിനസ്സും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മുരളി? അതെ, അല്ലേ? ആ, കുറെ കാലമായി ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല, ഞാൻ സത്യം പറയാം, എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. അപ്പൊ പിന്നെ അതാ നല്ലത്. മുരളി, മുരളി, ഒരു കാര്യം പറയട്ടെ, വാ. ഹലോ, പരിചയപ്പെടുത്തണ്ടല്ലോ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ മുരളീധരൻ. ഇത് സണ്ണി ലൂക്കോസ്, ഇത് ജോണി പാറക്കാട്. ഹലോ. ഇതെന്താ എല്ലാരും ഒരേ വേഷത്തിൽ ഈ വളയും ജുബ്ബയൊക്കെ? ഞങ്ങൾ അബ്കാരികള് പൊതുവെ ഈ വേഷത്തിലാ. നീ 6-7 കൊല്ലം ഗൾഫിലായിരുന്നുകൊണ്ട് കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു അബ്കാരി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആരാ? രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ. എന്തിന്? സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ, നീ ഇരിക്കെ. ആ, അങ്ങോട്ടിരിക്കും. വീട്ടിലാകുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നല്ലൊരു അബ്കാരി കുടുംബത്തിൽ നിന്ന് നീ ഒരു പെണ്ണ് കെട്ടണം. ആ, പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ്. പുതിയ ചില റേഞ്ചുകൾ നമുക്ക് പിടിക്കണം. അന്തസ്സുള്ള എന്തെങ്കിലും ബിസിനസ്സിലെ എന്റെ അനയം ചെന്ന് ചാടാവൂ എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുക. നിന്റെ NRI അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ്സാണ്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഒന്നും അറിയില്ലല്ലേ? അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. നീ ഒന്നും അറിയണ്ട, കണക്ക് നോക്കുക, ലാഭം വാങ്ങി പോക്കറ്റ് ഇടുക. അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലിന് മറ്റൊന്നും ആലോചിക്കാനില്ല. പക്ഷേ ഒരു കാര്യം, സംഗതികൾ പുരോഗമിക്കുന്നവരെ ഈ വിവരം പുറത്ത് ആരോടും പറയണ്ട. മുരളി, മുരളി, ആര്? ഹംസയാ? ഞാൻ മുരളിനെ അന്വേഷിച്ച് പുറത്തു പോയി തറഞ്ഞു. ഞാൻ ഈ സൈക്കിൾ എടുത്ത് കറങ്ങാത്ത ലോകല്ല. ക്ലബ്ബിൽ പോയി, വായനശാലയിൽ പോയി. ഇന്നലെ രാത്രി വന്നില്ലേ? ആ, ലേറ്റ് ആയി പോയി. നമ്മളമ്മ എത്ര ആളായിട്ടോ കണ്ടിട്ട്. താനങ്ങ് വയസ്സായല്ലോ. ആരാമത്തെ അല്ലസ്റ്റ എന്നെ പോലീസ് പിടിച്ച കാര്യമൊക്കെ പപ്പം പറഞ്ഞു കേട്ടോ. വന്ന് ഇറങ്ങണതിന് മുമ്പ് കാച്ചോ കള്ള സുവർ. വ്യാജ ടിക്കറ്റ് ഏതോ കള്ളന്മാർ അടിച്ചിറക്കി. അത് നമ്മളെ കയ്യിൽ വന്ന് വിട്ട്. ഞാനാണ് കുറ്റക്കാരൻ. ബസ്സിലെ ക്ലീനർ പണി ഒഴിവാക്കി ജാസ്തി പൈസ ഇട്ടാൻ ഇറങ്ങിയതാ. എന്നിട്ടിപ്പോ? ഇപ്പൊ ഞാൻ ഫ്രീയാ, യാതൊരു പണിയുമില്ല. മഹയ അന്നെ അന്വേഷിച്ച് കൊച്ചിയിലും കോയമ്പത്തൂരും ഇനി പോകാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവിടെ നിക്കണം, നിന്നെ ഞാൻ നമുക്ക് പിന്നെ കാണാം. അവിടെ ചൂടായിട്ടൊരു ബിരിയാണി വെള്ളം മതി. ഇവിടെ വെള്ളം കൊടുക്ക. മേശം തുറക്കണോ? മേശ കൊടുക്കണോ? രണ്ടാമത്തെ മേശപ്പുറത്ത് 2 ചായയാണ് കേട്ടോ. ഇരിക്കണം സാറേ. ആ, നീയായിരുന്നോ? ജോലി തിരക്കായ എനിക്ക് പിന്നെ കണ്ണ് കാണില്ല. കുമാരൻ എന്നെയും കൊണ്ട് എവിടേക്കാ പോയത്? ചെറിയേട്ടൻ വലിയ ആളായല്ലോ വല്യേട്ടാ. പാർട്ട്നേഴ്സ് ഒക്കെ മിട്ടുമിട്ടുക്കന്മാർ, ജുബ്ബേ സ്വർണ്ണ വളയൊക്കെ ഇട്ട്. ആ, കാഴ്ചക്ക് കൊള്ളാം.
ഞാനും അവരുടെ കൂടെ കൂടാമെന്ന് തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അബ്കാരി ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ തീരുമാനിച്ചോ? ആ, ചെറിയേട്ടനെല്ലാം നോക്കുമല്ലോ. എനിക്ക് റിസ്ക് ഇല്ല, പണം മാത്രം കൊടുത്താൽ മതി, സുഖം. നീ വന്നേ. ഏ? നീ വന്നേ പറയട്ടെ. ഞാൻ നിന്റെ വലിയേട്ടനാണെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ? എന്താ വലിയേട്ടാ? ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്? അല്ല കുമാരേട്ടൻ. എന്ത് കുമാരേട്ടൻ? നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്ത് ഹാജിയുടെ കയ്യും കാലും പിടിച്ച് 500 രൂപ ഞാൻ വാങ്ങി തന്നപ്പോ എവിടെയായിരുന്നു ഈ കുമാരേട്ടൻ? ദുബായി പോയത് ആ 500 രൂപ കൊണ്ടല്ല വലിയേട്ടാ, 500 കൊണ്ട് ബോംബെ വരെയാ പോയത്. ആ പോട്ടെ പോട്ടെ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്താ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്? കള്ള് കച്ചവടം. കൊള്ളാം. എടാ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതാണോ ആ കള്ള് കച്ചവടം? എന്റെ വലിയേട്ടാ, ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അബ്കാരികളാണ്. മണ്ണാങ്കട്ട കാര്യം. അവൻ എന്റെ അനിയൻ തന്നെ. പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി പോലീസ് പിടിച്ചു. കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അവനെ എത്ര ചെലവാക്കിയെന്നറിയൂ? നിനക്ക് അറിഞ്ഞൂടാ, ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനാ. അയ്യോ, അവന്റെ കൂടെ കൂടിയ നീയും നാളെ ഇരുമ്പഴിയുന്നു. ഞാനതിനൊന്നുമില്ല. ആ ജുബിട്ട് കിടക്കുന്ന കോമാളികളുടെ പണി എന്താ നിനക്കറിയോ? ഇല്ല. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അയ്യേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പറഞ്ഞില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ അന്തസ്സായിട്ട് ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാം. നീ ഒന്നും അറിയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ലാഭം മാത്രം മാസാമാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി. എടാ, ഒരു AC റെസ്റ്റോറന്റിന്റെ മുതലാളി എന്ന് വെച്ചാ നാട്ടില് നല്ല അന്തസ്സാ. വലിയേട്ടനുള്ളപ്പോ എനിക്ക് എന്താ പേടിക്കാൻ? ഓക്കെ, AC റെസ്റ്റോറന്റ്. ആ, നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ലെങ്കിൽ വേണ്ട, വീട്ടിൽ ചെന്ന് രുക്കുവിനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള വാങ്ങിച്ചു കഴിക്കേ. ആ പിന്നെ ചെറിയ അടുത്തായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട. എന്തേ? അവളും കുമാരനെ പോലെ തന്നെ പോക്ക.